പുതിയംഗം ഗവൺമെന്റ് യു പി സ്കൂളിലെ പുതിയ റഫറൻസ് വിഭാഗം വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചു. ആലത്തൂർ നിയോജകമണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ദിശ, MLAയുടെ ആസ്തി വികസന ഫണ്ട് എന്നിവയിൽ നിന്ന് അനുവദിച്ച പുതിയ റഫറൻസ് ഗ്രന്ഥങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് പുതിയംഗം ഗവൺമെന്റ് യു പി സ്കൂളിൽ പുതിയ റഫറൻസ് വിഭാഗം തുറന്നത്. വായനയാണ് ലഹരി എന്ന പേരിൽ ആരംഭിച്ച റഫറൻസ് വിഭാഗത്തിന്റെ ഉദ്ഘാടനം KD പ്രസന്നൻ MLA നിർവഹിച്ചു. ദിശയുടെ നേതൃത്വത്തിൽ നടപ്പാക്കണം എന്ന് നിശ്ചയിച്ചു. വളരെ കുറച്ച് സമയമേ ആയിട്ടുള്ളൂ ഈ പ്രോജക്റ്റ് പ്രഖ്യാപിച്ചു. അതിൽ ഒന്നാമത്തെ പ്രോജക്റ്റാണ് ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞത്. ലഹരിയെ വായനയിലേക്ക് കേന്ദ്രീകരിച്ചു. വായനയാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ട് എല്ലാ ക്ലാസ് മുറികളിലും ദിനപത്രങ്ങൾ എത്തിക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ആദ്യം അതിനുവേണ്ടി ഒരു ഫേസ്ബുക്ക് ലൈവ് ചെയ്തപ്പോൾ പോസിറ്റീവായ നിരവധി മറുപടികൾ ലഭിച്ചപ്പോൾ നമ്മുടെ ഏതാണ്ട് എല്ലാ വാർത്താ മാധ്യമങ്ങളും എല്ലാ ക്ലാസ് മുറികളിലും ദിനപത്രം നൽകുന്നതിന്റെ ഉദ്ഘാടനം മലബാർ സിമന്റ്സ് ഡയറക്ടർ EN സുരേഷ് ബാബു നിർവഹിച്ചു. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എല്ലാ ക്ലാസ് മുറികളിലും ദിനപത്രം എത്തിക്കുക എന്നുള്ളത് വളരെ മഹനീയമായ ഒരു കാര്യമാണ്. അതിന് വലിയ വിദ്യാർത്ഥികൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കും ഈ കാലഘട്ടത്തിൽ. പഞ്ചായത്ത് അധ്യക്ഷ A ഷൈനി അധ്യക്ഷത വഹിച്ചു. ആലത്തൂർ AEO P ജയന്തി, കുഴൽമന്നം BPC അഭിലാഷ് തച്ചങ്കാട്, ആലത്തൂർ BPC KB ബീന, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി K ചന്ദ്രൻ, പ്രസിഡന്റ് MA നാസർ എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. ദിശ കൺവീനർ VJ ജോൺസൺ സ്വാഗതവും താലൂക്ക് റഫറൻസ് ലൈബ്രറി സെക്രട്ടറി T അശോക് കുമാർ നന്ദിയും പറഞ്ഞു.